തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടതേ. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് തിരിക്കാം. മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചു. മെയ് മാസം 9 വെള്ളിയാഴ്ച SLCയുടെ ഫലം പ്രഖ്യാപിക്കുന്നതാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് 4 മണി മുതൽ വെബ്സൈറ്റുകളിൽ നിന്ന് വ്യക്തിഗത റിസൾട്ടുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. உங்க எல்லாருக்கும் நான் டெய்லி காலையில பூஜை பண்ணிருக்கேன். நான் உங்ககிட்ட டிஸ்டிங்ஷன் வேணும்னு கேட்கல, பாஸ் பண்ணா போதும். ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. പ്ലീസ്. ടെൻഷൻ പിടിച്ച പണി തന്നെട്ടാ. നിവർത്തിയുണ്ടെങ്കിൽ മനുഷ്യൻ ഇലക്ഷൻ നിൽക്കുകയും 10ൽ പരീക്ഷ എഴുതുകയും ചെയ്യരുത്. കുപ്പിന്നിറങ്ങിയ ഭൂതം പോലെ ഇപ്പൊ കൊറോണമാര് വിളിക്കും അവന് വേണ്ടിട്ട്. ആ ഫോൺ എടുത്ത് മാറ്റി വെച്ചു. അത് വിടു കുട്ടപ്പ, ഈ ഓമനക്കുട്ടിനെ എല്ലാരും പാസ്സാക്കി വിട്ടിരിക്കും. മുതലാളി, ഓ മൈ ഗോഡ്, സിഐഡി എസ്കേപ്പ്. People call me Vara, make me so sad. I was only chilling on a fire. നല്ല ചട്ടപ്പെട്ടേന്നായിരുന്നു കാര്യങ്ങള്. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് പൊട്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. നല്ല കളർഫുൾ ആയിട്ടില്ലേ. കുട്ടികൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തേ, കുടിക്കട്ടെ അവര്. ഹരീഷിന്റെ ഫോട്ടോ റാങ്ക് ഉണ്ട്. 1ാം റാങ്ക്. എനിക്കൊന്നും കാണാൻ പറ്റില്ല. അത് നിന്റെ കണ്ണ് നിറഞ്ഞേട്ടാ. എനിക്ക് നശിച്ച SSLC ജീവിതം നിങ്ങൾ കള്ളം പറയാണ്. നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ട് വിട്ടിയാക്കുക. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ ഭായ്.